കഴിഞ്ഞ ദിവസം കൂളിച്ചാലിനെ ഞെട്ടിച്ച ഇതര സംസ്ഥാന തൊഴിലാളി ഇസ്മയിലിന്റെ കൊലപാതകത്തിന് ശേഷം പ്രതി സുജോയ് ഓട്ടോയിൽ കയറി രക്ഷപ്പെടുകയായിരുന്നു. എന്നാൽ ഈ ഓട്ടോയിൽ കയറി രക്ഷപ്പെട്ട ആ ഓട്ടോ ഡ്രൈവർ വളരെ സാഹസികമായി ഈ പ്രതിയെ വളപട്ടണം പോലീസ് സ്റ്റേഷനിൽ എത്തിച്ച് പോലീസിന് കൈമാറുകയായിരുന്നു. കണ്ണൂരിൽ പോകണം, എൻ്റെ അനുജൻ വരുന്നുണ്ട്, അവനെ പിക്ക് ചെയ്യാൻ വേണ്ടി 1 മണിക്ക് ട്രെയിനിന് പോകണമെന്ന് പറഞ്ഞു. ഒരു അരമണിക്കൂറിന് ശേഷം വന്നിട്ട് പറഞ്ഞാൽ ഇപ്പം വേണ്ട, അനുജൻ ട്രെയിനിന് വന്നിട്ട് അവിടെ കാത്തിരിക്കുന്നുണ്ട്, ഇപ്പം തന്നെ നമുക്ക് പോകാമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ അവനും കൊണ്ട് പോയി. 2 കിലോമീറ്റർ കഴിയുമ്പോൾ ഇവിടുന്ന് നമ്മളെ അടുത്തൊരു കടക്കാരനുണ്ട്, ദാമോദരൻ എന്ന് പറഞ്ഞാൽ. പുള്ളിയെ വിളിച്ചിട്ട് എന്നോട് പറഞ്ഞു, നീ കൊണ്ടുപോകുന്ന ഒരു കൊലപാതകയാണ്, ഇങ്ങനൊരു കൊലപാതകം ചെയ്തിട്ടാണ് അവൻ രക്ഷപ്പെടാനുള്ള പരിപാടിയാണ്, അതുകൊണ്ട് എന്താ വേണ്ടത് ചെയ്യണമെന്ന് പറഞ്ഞു. ഞാനത് വളരെ തന്ത്രപൂർവ്വം അവനെ അറിയാത്ത രീതിയിൽ അവനോട് നന്നായി സംസാരിച്ചു. അവിടെ എത്തി വളപട്ടണം കഴിഞ്ഞ സമയത്ത് ഞാൻ അവിടുന്ന് വഴിതിരിച്ചു വിട്ടു. ആ റോഡ് മോശമാണെന്ന് പറഞ്ഞ് ഇപ്പുറത്തെ റോഡിൽ പോകുന്നതാണ് വഴിതിരിച്ചു വിട്ടു. ഇവിടെ നേരിട്ട് സ്റ്റേഷൻ്റെ ഉള്ളിലേക്ക് അവിടെ എത്തി. സ്റ്റേഷനിലെത്തുമ്പോൾ അവന് മനസ്സിലായത് ഇത് ട്രാപ്പിലായിരുന്നു. അടുത്ത പ്രൊസീജിയറിനെ കഴിഞ്ഞ് ഞാൻ തിരിച്ചു വന്ന സമയത്ത് വീണ്ടും എന്നെ വിളിപ്പിച്ചിരുന്നു. അപ്പോൾ അവിടെ ഒരു കാർത്തിക് സാറുണ്ടായിരുന്നു. രണ്ടാമത് വിളിച്ച് ക്യാബിനിൽ വിളിച്ച് അപ്രീഷിയേറ്റ് ചെയ്തു. അവിടെ ഗുഡ് ജോബ് നല്ല. അങ്ങനെ പിന്നെ അതിന് ശേഷം രാത്രി CI ഓഫീസിൽ നിന്നും ക്രൈം ബ്രാഞ്ചിൽ നിന്നും സ്പെഷ്യൽ ബ്രാഞ്ചിൽ നിന്നൊക്കെ വിളിച്ചിട്ട് അഭിനന്ദനങ്ങൾ അറിയിച്ചിരുന്നു.